ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ പോസിനെ കുറിച്ചാണ്. എന്താണ് ഓപ്പൺ പോസ്? അവിടെ തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. അപ്പൊ ഓപ്പൺ പോസ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന കുഴികളെയാണ്. അതായത് നമ്മുടെ ഫേസിൽ കാണുന്ന ചെറിയ ചെറിയ കുഴികൾ, അതായത് ഇങ്ങനെ സൂചിയും കൊണ്ട് കുത്തിയ പോലുള്ള ചെറിയ ചെറിയ സുഷിരങ്ങൾ, അതായത് ചെറിയ ചെറിയ കുഴികൾ, അതിനെയാണ് ഓപ്പൺ പോസ് എന്ന് പറയുന്നത്. അതായത് കുറച്ചും കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ചെറിയ ചെറിയ ഹെയർസ് ഉണ്ട്. ആ ഹെയർസ് വരുന്നത് ഓരോ പോഴ്സ് എന്നാണ്, ചെറിയ ചെറിയ കുഴിയിൽ നിന്നാണ്. അപ്പൊ ആ ഒരു പോഴ്സ് വന്നിട്ട് വലുതായി വലുതായി വരുന്നതാണ് ഓപ്പൺ പോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഓപ്പൺ പോഴ്സ് നമുക്ക് എന്തൊക്കെ റീസൺസ് കൊണ്ട് വരാം. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് പാരമ്പര്യം. അതായത് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് നമുക്കും വരാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സൺ എക്സ്പോഷർ ആണ്. നമ്മൾ പുറത്ത് പോയിട്ട് നന്നായിട്ട് വെയിൽ കൊള്ളുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഓപ്പൺ പോഴ്സ് വരാം. ഈ സൺ എക്സ്പോഷർ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ കൊളാജൻ കുറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പോഴ്സ് കുറച്ചും കൂടി പ്രൊമിനന്റ് ആയിട്ട് തോന്നും. പിന്നെ വന്നിട്ട് നന്നായിട്ട് മേക്കപ്പ് യൂസ് ചെയ്യുന്നവർക്ക് ഓപ്പൺ പോഴ്സ് വരാം. അതുപോലെ തന്നെ നമ്മൾ ഇട്ട മേക്കപ്പ് വാഷ് ഔട്ട് ചെയ്ത് കളയാതെ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന മേക്കപ്പ് അത് ക്ലിയർ ആയിട്ട് റിമൂവ് ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് കളയാതെ നമ്മൾ കിടന്നുറങ്ങില്ലേ, അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ഓപ്പൺ പോഴ്സ് വരാം. അതായത് ഇപ്പൊ ഞാൻ ഈ മേക്കപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഭയങ്കര പൊട്ടിയിട്ട്, അതായത് എന്താ പറയാ, കൺസീലർ, ഫൗണ്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. ജസ്റ്റ് ഒരു സൺസ്ക്രീൻ ഇട്ടിട്ട് അതിന്റെ മേലൊരു പൗഡർ ഇട്ടാൽ പോലും നമ്മൾ അത് പക്കയായിട്ട് റിമൂവ് ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് കളയണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കൂടി നമുക്ക് ഓപ്പൺ പോഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വേറൊന്നാണ് ഭയങ്കരമായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നത്. അതായത് മാറ്റി മാറ്റി ഓരോ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക, മാറ്റി മാറ്റി DIYs ചെയ്യുക, അങ്ങനെ നമ്മൾ സ്ഥിരമില്ലാണ്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓപ്പൺ പോഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഓപ്പൺ പോഴ്സ് കൂടുതലായിട്ടും കാണുന്നത് ഓയിലി സ്കിൻ ഉള്ളവർക്കാണ്. പിന്നെ കോമ്പിനേഷൻ സ്കിൻ ഉള്ളവരിലും കാണും, പക്ഷെ എന്നാലും കൂടുതൽ ഓയിലി സ്കിൻ ഉള്ളവർക്കാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വരില്ല എന്നല്ല, പക്ഷെ കുറച്ച് കൂടുതലും കാണുന്നത് ഓയിലി സ്കിൻ ഉള്ളവർക്കാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഓയിലി സ്കിൻ ഉള്ളവർക്ക് എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലാണ്, അതായത് സെബം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഈ ഒരു ഓപ്പൺ പോഴ്സ് കൂടുതലായിട്ട് വരാനുള്ള ചാൻസ്. ഇനി ഈ ഒരു ഓപ്പൺ പോഴ്സ് നമുക്ക് എങ്ങനെ ഒരു അടിപൊളി ഹോം റെമഡി വെച്ചിട്ട് മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. അപ്പൊ ഒരു അടിപൊളി എഫക്റ്റീവ് ആയിട്ടുള്ള ഹോം റെമഡിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 1 ടൈമെങ്കിലും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഓപ്പൺ പോഴ്സ് ഉള്ളവർക്ക് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പൊ എന്താണ് ഹോം റെമഡി എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാക്കിന് മെയിനായിട്ട് വേണ്ടത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഭയങ്കര തണുത്ത, അതായത് ഫ്രിഡ്ജിൽ വെച്ച മുട്ട എടുക്കാതെ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ നോക്കുക. അതിന് നമുക്ക് യെല്ലോ പോർഷൻ വേണ്ട, വൈറ്റ് പോർഷൻ മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വൈറ്റ് പോർഷൻ എടുക്കാവുന്നതാണ് കേട്ടോ. അടുത്തത് നമുക്ക് വേണ്ടത് ഓട്സ് ആണ് കേട്ടോ. ഓട്സ് പൊടിച്ചതാണ് നമുക്ക് വേണ്ടത്. ഇനി ഓട്സ് പൊടിക്കാതെ നമുക്ക് യൂസ് ആക്കാവുന്നതാണ്, പക്ഷേ ഈ പൊടിച്ചതാകുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ നമ്മൾ ആ വൈറ്റ് പോർഷനിലേക്ക് 1 സ്പൂണ് ഓട്സ് എടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഒരു സ്പൂൺ 1.5 സ്പൂണ്, അതൊന്ന് ജസ്റ്റ് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവാൻ വേണ്ടിയിട്ട്. ഒരു ഇത്തിരി റണ്ണി കൺസിസ്റ്റൻസി ആയാലും കുഴപ്പമില്ല, നമുക്ക് അപ്ലൈ ചെയ്യാൻ ഒരു ഈസി ആയിരിക്കണം. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒലിച്ചിറങ്ങാണ്ടിരുന്നാൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 പോർഷൻ ലെമൺ സ്ക്വീസ് ചെയ്യാൻ കേട്ടോ. അതെടുക്കുന്ന എൻ്റെ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 1/2 പോർഷൻ ലെമൺ ഉണ്ടെങ്കിൽ അത് സ്ക്വീസ് ചെയ്യുക. ഇനി ലെമൺ അലർജറ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് പൊട്ടറ്റോൻ്റെ ജ്യൂസ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം നമുക്കൊരു കോട്ടൺ പീസ് വേണം കേട്ടോ. അതായത് നിങ്ങൾക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന ആ കോട്ടൺ പാഡില്ലേ, അതാണെങ്കിലും കുഴപ്പമില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ പഞ്ഞിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ചെറിയ ക്ലോത്ത് ഇല്ലേ, കോട്ടൺ ക്ലോത്ത്, അതാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഫേസിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ എൻ്റെ ആ പോഴ്സ് ഉള്ള ആ ഭാഗത്താണ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പോഴ്സ് ഉള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അപ്ലൈ ചെയ്തതിൻ്റെ മേലെ നമുക്ക് ആ കോട്ടൺ ക്ലോത്ത് അല്ലെങ്കിൽ ആ ഒരു കോട്ടൺ പാഡ് അതൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു നല്ല രീതിക്ക് തന്നെ അതൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് വീണ്ടും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചുളുങ്ങാതെ കറക്റ്റായിട്ട് തന്നെ അത് വെച്ച് കൊടുക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എവിടേക്കാണോ പോഴ്സ് ഉള്ളത് അവിടേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു നീരില്ലേ, ഈ ഒരു പാക്കിൻ്റെ ഈ ഒരു നീര് അതിങ്ങനെ നമ്മുടെ ആ സ്കിന്നിലേക്ക് ഇങ്ങനെ ഇറങ്ങും.
അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ പോഴ്സ് വന്നിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിൽ എങ്ങനെ ഇത് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ആദ്യം ചേർത്തിക്കുന്നത് എഗ് വൈറ്റ് ആണ്. എഗ് വൈറ്റ് നമ്മുടെ സ്കിന്നിൽ ആ ഒരു പോഴ്സ് വന്നിട്ട് ടൈറ്റൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഓട്സ് ആണ്. ഓട്സ് ഓഫ് കോഴ്സ് നമ്മുടെ സ്കിൻ ഭയങ്കര മോയ്സ്ചറൈസർ ആയിട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. പിഗ്മെൻറ്റേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് ലെമനാണ്. ലെമൺ ഓഫ് കോഴ്സ് നമ്മുടെ ഒരു സ്കിൻ ലൈറ്റനിങ്ങിനും ബ്രൈറ്റനിങ്ങിനും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഞാൻ ആ ഒരു ക്ലോത്ത് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് വീക്ക്ലി ട്വൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് ഓപ്പൺ പോഴ്സ് ഉള്ളവരൊക്കെ ഇത് വീക്ക്ലി ട്വൈസ് ചെയ്താൽ ഭയങ്കര റിസൾട്ടാണ് കേട്ടോ. മീൻസ് ആ പോഴ്സൊക്കെ കമ്മിയാവുന്നത് നമുക്ക് നന്നായിട്ട് വിസിബിളി അറിയാൻ പറ്റും. ഈ ഒരു പാക്ക് നമുക്ക് അധിക നേരമൊന്നും ഫേസിൽ വെക്കേണ്ട കേട്ടോ. ഒരു 5 to 6 മിനിറ്റ്സ് മാത്രം വെച്ചാൽ മതി. നമുക്ക് ജസ്റ്റ് അതൊരു പീൽ ഓഫ് മാസ്ക് പോലെ ഇങ്ങനെ ഒന്ന് പെറുത്തി എടുക്കാവുന്ന ആ ഒരു പരുവമായാൽ മതി കേട്ടോ. ഇനി ഇത് ഡ്രൈ ആയി വന്ന ശേഷം നമുക്ക് ഐസ് റോളർ അല്ലെങ്കിൽ ഒരു ഐസ് ക്യൂബ്, നമുക്ക് സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും വേണം. ഐസ് വെള്ളം അത്രയ്ക്ക് അങ്ങോട്ട് വർക്കാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഐസ് ക്യൂബ് എടുക്കണം എന്ന് പറയുന്നത്. ഞാനിവിടെ സൈഡിൽ ഫോട്ടോ കൊടുക്കാം. ഒരു ഐസ് റോളർ ഇല്ലേ, നമ്മൾ ഫേസിൽ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുന്ന ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നമ്മുടെ ഈ അപ്ലൈ ചെയ്ത ഭാഗത്ത് ഒരു ജെൻറ്റിലായിട്ടൊരു മസാജ് കൊടുക്കുക കേട്ടോ. ഞാനത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഫ്രീസറിൽ കട്ടയാവാൻ വേണ്ടി വെച്ചതാണ്. പക്ഷേ പെട്ടെന്ന് കറണ്ട് പോയ കാരണം അത് മെൽട്ടായി. പിന്നെ അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാണ്ടായത്. ഞാനിവിടെ സൈഡിൽ ഫോട്ടോ കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ സാധാ ഐസ് ക്യൂബ് ആണെങ്കിൽ അതാണെങ്കിലും മതി കേട്ടോ. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ജെൻറ്റൽ മസാജ് ചെയ്യുക. അതിനുശേഷം മാത്രം ഇതുപോലെ ഒന്ന് പീൽ ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഐസ് റോളർ യൂസ് ചെയ്യാത്ത കാരണമാണ് എനിക്ക് ഇത്രയ്ക്ക് അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ ഇത്രയ്ക്ക് അങ്ങോട്ട് ഒട്ടിപ്പിടിക്കില്ല. നമുക്കത് വേഗം തന്നെ പീൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിറയെ ഫേഷ്യൽ ഹെയർസൊക്കെ ഉള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ഐസ് ക്യൂബ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതൊന്ന് വെറ്റാവും. അപ്പോൾ അത് കുറച്ചും കൂടി പീൽ ഓഫ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നമ്മുടെ ആ ഒരു പോഴ്സിൻ്റെ ആ ഭാഗത്തൊരു ചേഞ്ച് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ പോഴ്സ് ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കൂടുതലും ഈ ഒരു പാക്ക് നൈറ്റ് ടൈമിൽ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 സൈഡും പീൽ ചെയ്തെടുത്തിട്ട് ഫേസ് മൊത്തത്തിലൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ബ്യൂട്ടി വീഡിയോ എന്ന് പറയുന്നത്. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.